കഴിഞ്ഞ വീഡിയോയിൽ ഒരു HTML ഫോം ടെംപ്ലേറ്റ്സിൽ ക്രിയേറ്റ് ചെയ്തു. ഫോമിൽ ഡിസ്പ്ലേ ചെയ്യുന്ന വാല്യൂസിനെ എങ്ങനെ വ്യൂവിലേക്ക് എടുക്കാമെന്നും വ്യൂവിലെ വാല്യൂസിനെ എങ്ങനെ നമുക്ക് ഒരു HTML ഫോമിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാമെന്ന് നോക്കി. ഇന്ന് നമുക്ക് ഒരു HTML പേജിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ HTML ഫോമിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂസിനെ എങ്ങനെ ഒരു ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ ഹൗ ടു ഇൻസേർട്ട് ഡാറ്റ, അതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യം വേണ്ടത് എന്താണ്? നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡാറ്റാബേസ് സെറ്റ് ചെയ്താണോ എന്ന് നോക്കണം. ഓൾറെഡി നമ്മുടെ മൈ സെറ്റിങ്സ്, അതായത് നിങ്ങളുടെ പ്രൊജക്റ്റിനകത്ത് settings.py എന്നൊരു ഫയലുണ്ട്. അതിൽ ഡാറ്റാബേസസ് എന്നൊരു സെക്ഷൻ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഇതിൽ ഓൾറെഡി SQLite 3 കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡി ആയിട്ട് നമുക്ക് ഫ്രെയിംവർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വി ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ് ഇൻസൈഡ് ഇറ്റ്. എന്താ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വേണ്ടത്? മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു സ്റ്റുഡൻറ്റ് ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഐ വിൽ ബി ക്രിയേറ്റിംഗ് എ ക്ലാസ് കോൾഡ് സ്റ്റുഡൻറ്റ് and which is inherited from model class. So how to give models.model. Okay, so ഇതിനകത്ത് ഇനി ചെയ്യേണ്ടത് എനിക്ക് ആട്രിബ്യൂട്ട്സ് വേണ്ടതൊക്കെയാണ്. നെയിമും ഏജും അഡ്രസ്സും ആണ് വേണ്ടത്. സോ ക്യാൻ ഗിവ് നെയിം ഇസ് ഈക്വൽ ടു models.charField. charField ആണ് ക്യാരക്ടർ ഫീൽഡ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് മാക്സിമം ലെങ്ത് എനിക്ക് വേണ്ടത് 100. അതിൽ കൂടുതൽ എനിക്ക് ലെങ്ത്തിൻ്റെ ആവശ്യമില്ല. Then I need to store age. ഏജിന് വേണ്ടത് ഇൻറ്റീജർ ഫീൽഡ് ആണ്. സോ ക്യാൻ ഗിവ് models.integer field. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് വേണ്ടത് അഡ്രസ് ആണ്. അഡ്രസ് ഈക്വൽ ടു models.charField തന്നെയാണ് വേണ്ടത്. ആൻഡ് ദ മാക്സിമം ലെങ്ത് ഒരു കുറച്ച് കൂടുതൽ ഇട്ടേക്കാം. നമുക്ക് മാക്സിമം ലെങ്ത് ഒരു 200 ഇടുന്നോട്ടെ. ഓക്കെ, സോ ഈ 3 ഫീൽഡ്സ് ആണ് എനിക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ വേണ്ടത്. ഇപ്പോൾ നമ്മൾ എഴുതിയതൊരു ക്ലാസ്സാണ്. ഈ ക്ലാസ്സിനെ നമുക്കിനി മൈഗ്രേഷൻസ് ചെയ്യണം. മൈഗ്രേഷൻസ് ചെയ്യേണ്ടതേ ഉള്ളൂ. സോ അപ്പോൾ സ്കീമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈഗ്രേഷൻസ് ചെയ്യണം. ഓക്കെ, സോ ടെർമിനലിൽ വരാം. ഇവിടെ നമുക്ക് പൈത്തൺ manage.py make migrations. സോ മൈഗ്രേഷൻസ് ഇപ്പോൾ ക്രിയേറ്റ് മോഡൽ സ്റ്റുഡൻറ്റിന് വേണ്ടി ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ മൈഗ്രേഷൻസ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടാവും. ഇനി എന്താ വേണ്ടത്? മൈഗ്രേറ്റ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു മൈഗ്രേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി SQLite 3 പോയി നോക്കിയാൽ ക്യാൻ സി ആ ടേബിൾ കണ്ടോ. my_app_student എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾ പ്രൈമറിക്ക് സെറ്റ് ചെയ്തിട്ടില്ല. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഡിജാങ്കോ തന്നെ നമുക്കൊരു ID എന്ന് പറയുന്നൊരു പുതിയ കോളം ഇൻസേർട്ട് ചെയ്ത് അത് പ്രൈമറിക്ക് ആയിട്ട് സെറ്റ് ചെയ്തു. നെയിം, ഏജ്, അഡ്രസ് 3 കോളംസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത്. സ്റ്റോർ ചെയ്യാനായിട്ട് ഓഫ് കോഴ്സ് നമുക്കൊരു HTML പേജ് വേണം അല്ലേ. സോ ടെംപ്ലേറ്റ്സ് ഫോൾഡറിൽ പോകണം. ടെംപ്ലേറ്റ്സ് ഫോൾഡറിൽ നിന്ന് വി ഹാവ് ടു ടെംപ്ലേറ്റ്സ് ഫോൾഡറിൽ നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതിനകത്തൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യണം. സോ ടെംപ്ലേറ്റ്സ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ഗിവ് ദ കമാൻഡ് create a HTML page here. student.html എന്ന് പറയുന്ന ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനൊരു ഫോം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? 3 ടെക്സ്റ്റ് ബോക്സസ് അല്ലേ. ഒരു ടെക്സ്റ്റ് ബോക്സ് നെയിം, ഏജ്, അഡ്രസ്. നെയിം, ഏജ്, അഡ്രസ് എന്ന് 3 ടെക്സ്റ്റ് ബോക്സസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നെയിം അക്സെപ്റ്റ് ചെയ്യാനും, ഒന്ന് ഏജ് അക്സെപ്റ്റ് ചെയ്യാനും, ഒന്ന് അഡ്രസ് അക്സെപ്റ്റ് ചെയ്യാനും 3 ടെക്സ്റ്റ് ബോക്സസ് കൊടുത്തിട്ടുണ്ട്. ഒരു സബ്മിറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റെൻഡർ ചെയ്യിക്കാനുള്ള കോഡ് എഴുതണം അല്ലേ. സോ അപ്പോൾ വ്യൂസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതാം. വ്യൂ എഴുതാം. സോ ജസ്റ്റ് ഗിവ് ഡെഫ് ആഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യൂ ഞാനിവിടെ എഴുതി. റിക്വസ്റ്റ് കോളൻ. ഓക്കെ, ഇനി എന്താ വേണ്ടത്? നമുക്ക് ആദ്യം റെൻഡർ ചെയ്യാനുള്ള കോഡ് എഴുതാം. സോ ക്യാൻ ജസ്റ്റ് ഗിവ് return render request add student.html. ഓക്കെ, സോ റിട്ടേൺ റെൻഡർ ചെയ്യാനുള്ള കോഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതി, വ്യൂ എഴുതി, റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് ആഡ് student.html എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എൻ്റെ HTML പേജ് റെൻഡർ ചെയ്യാനുള്ള കോഡ് ഞാനിവിടെ എഴുതി. ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം? എനിക്ക് കറസ്പോണ്ടിങ് ഒരു URL വേണം. ആ URL ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്നുകൂടെ എഴുതാം. can give the command path
ഇനി വേണ്ടത് ആഡ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ ക്യാൻ ജസ്റ്റ് ഗിവ് ആഡ് എന്നാണ്. ആഡ് എന്ന് കൊടുക്കുമ്പോഴാണ് എനിക്ക് പേജ് റെൻഡർ ആവേണ്ടത്. സോ ഐ എം ഗിവിങ് ആഡ് ഹിയർ. ഏത് വ്യൂ ആണ് റൺ ആവേണ്ടത്? വ്യൂസ് ഡോട്ട് ആഡ് സ്റ്റുഡൻറ്റ്. സോ ഐ ഹാവ് ടു സെലക്ട് വ്യൂസ് ഡോട്ട് ആഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന വ്യൂ ആണ് റൺ ആവേണ്ടത്. സെലക്ട് ദാറ്റ് ആൻഡ് നെയിം ഈക്വൽ ടു ആഡ് സ്റ്റുഡൻറ്റ്. ഇങ്ങനൊരു പേരും കൂടെ കൊടുത്തു. അപ്പോൾ എന്നിട്ട് URLസും റെഡിയായി അല്ലേ. ഇനി ഞാൻ റൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ പേജ് റൺ ആവും. ഇനി എന്താ എനിക്ക് വേണ്ടത്? പേജ് റൺ ആയി കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാല്യൂസിനെ ഫെച്ച് ചെയ്യണം, ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ ഐ എം ഗിവിങ് ഹിയർ ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആണോ, ദാറ്റ് ഈസ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് വാല്യൂ ഫെച്ച് ചെയ്യാൻ പറ്റും. സോ ഐ എം ഗിവിങ് ഹിയർ നെയിം ഇസ് ഈക്വൽ ടു request dot post. Request spelling request dot post dot get. How to get the value? Name. ഇത് ഡബിൾ കോട്ട്സ് കൊടുക്കണം എന്നുള്ളത് കമ്പൽസറി ആണ്. 6 ക്യാപിറ്റൽ അല്ല, 6 സ്മോൾ ലെറ്റർ ആണ്. request dot post dot get. ഇനി എന്താ വേണ്ടത്? ഏജ് അല്ലേ. ഏജ് is equal to, again I have to give the same command. So I'm copying it. ഇവിടെ നെയിമിന് പകരം എനിക്ക് എന്താ കൊടുക്കേണ്ടത്? ഏജ് ആണ് ഗെറ്റ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് എനിക്കുള്ളത് അഡ്രസ്സ് ആണ്. അഡ്രസ്സിനെ ഫെച്ച് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഫോമിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഏരിയയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് അഡ്രസ്സ് എന്നാണ്. അതും ഞാൻ ഫെച്ച് ചെയ്തു. അപ്പം നെയിം, ഏജ്, അഡ്രസ്സ് 3 ഞാൻ എൻ്റെ ഫോമിൽ നിന്ന് ഫെച്ച് ചെയ്തു. ഈ ഫെച്ച് ചെയ്ത വാല്യൂവിനെ എനിക്ക് എൻ്റെ ടേബിളിലേക്ക് റൈറ്റ് ചെയ്യണം. ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ നെയിം ഓഫ് ദാറ്റ് മോഡൽ ഇസ് സ്റ്റുഡൻറ്റ്. So I am creating an object of model student. So SOBJ equal to student. So I am creating the model of student, object of model class student. ഇനി എന്ത് വേണം? SOBJ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ നെയിമിലേക്ക് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത, അതായത് നമ്മളിപ്പോൾ എക്സെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെയിമിനെ സ്റ്റോർ ചെയ്തു. ഏജ് എന്ന് പറയുന്ന SOBJ ഡോട്ട് ഏജ് എന്ന് പറയുന്ന എൻ്റെ അട്രിബ്യൂട്ടിലേക്ക് ഏജിൻ്റെ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നു. SOBJയുടെ അഡ്രസ്സ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടിലേക്ക് ഞാൻ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്നു. ഈക്വൽ ടു അഡ്രസ്സിനെ സ്റ്റോർ ചെയ്തു. ഈ 3 അഡ്രസ്സും ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി എനിക്ക് എന്താണ് വേണ്ടത്? എനിക്കിതിനെ സേവ് ചെയ്യണം. ആൻഡ് ദ കമാൻഡ് ടു സേവ് ദിസ് ഒബ്ജക്റ്റ് ടു യുവർ ഡാറ്റാബേസ് ഇസ് സേവ് എന്നൊറ്റ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ്സ് എല്ലാം, അല്ലെങ്കിൽ ഈ സ്റ്റോർ ചെയ്ത ഡാറ്റ കംപ്ലീറ്റ് നമ്മുടെ ഡാറ്റാബേസിലേക്ക് സേവ് ആവും. ഇത്രയും ചെയ്താൽ മതി. വിൽ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക്. ഫുൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. എന്താ പറഞ്ഞത്? ആഡ് എന്ന് പറയുന്നത് ആഡ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം. ജസ്റ്റ് ഗീവ് ആഡ്. എൻ്റർ ദ നെയിം ജയ. എൻ്റർ യുവർ ഏജ് 23. ആൻഡ് ഐ എം ഗിവിംഗ് നെയിം ദ അഡ്രസ് ആസ് കൊച്ചിൻ. ആൻഡ് ദെൻ ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ. തിരിച്ച് നമ്മൾ ആ പേജിലേക്ക് തന്നെ റെൻഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ നിൽക്കുന്നത്. വിൽ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് ഇൻസർട്ടഡ് ടു ഡാറ്റാബേസ് ഓർ നോട്ട്. എവിടെ പോയി സെർച്ച് ചെയ്യണം? SQLite 3 എടുത്ത് നോക്കാം. SQLite 3 എടുത്തിട്ട് സ്റ്റുഡൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾറെഡി ഇൻസർട്ടഡ് ഹിയർ ടു ജയ കൊച്ചിൻ. Understood? So this is how we can insert data to a database. Very simple. Just try it out and we will see with how to retrieve the value, how to display the data from your database in the next video. Till then, bye. Thank you.